ശ്രീമതി കലാമണ്ഡലം സത്യഭാമ, പ്രതിഫലം ഒരു നടി ചോദിച്ചതിനെ തുടർന്നുണ്ടായ വിവാദങ്ങൾ, ഈ വിവാദങ്ങളിന് വേണ്ട, ഈ ചർച്ചകളൊന്നും വേണ്ട എന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ചോദ്യം ബാക്കിയാവുകയാണ്. കലോത്സവ വേദികളുടെ വളർന്ന ഒരു നടി പ്രതിഫലം ചോദിച്ചു പോയാൽ അഹങ്കാരിയും പണത്തിനാർത്തിയും ഉള്ളവളായി മാറുമോ? ആദ്യമേ തന്നെ നമ്മുടെ ഈ കേരളത്തിൽ ഒരുപാട് കലാപരമായ സ്ഥാപനങ്ങളുണ്ട്. പ്രൈവറ്റും ഉണ്ട്, ഗവൺമെൻറ്റും ഉണ്ട്, പല തരത്തിലുമുണ്ട്. ഇപ്പോൾ നമ്മൾ ഗവൺമെൻറ് തലത്തിലുള്ള നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഒരു ആണെന്നാണല്ലോ ഇപ്പോൾ പറഞ്ഞ് നമ്മൾ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഗവൺമെൻറ് സ്ഥാപനത്തിൽ തന്നെ പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടിക്ക് പോലും ഇപ്പോൾ കലാകാരി എന്നുള്ള കലാകാരന്മാർക്കൊന്നും ഒരു ജോലി സാധ്യതയില്ല. ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കലാകാരന്മാർ, ഇപ്പോൾ ഞാനൊക്കെ കലാമണ്ഡലത്തിൽ പഠിക്കുമ്പോൾ 4 ഇയറും കൂടെ 12 കുട്ടികളെ ഉള്ളായിരുന്നു. ഇന്ന് ആ കുട്ടികൾ 120 കുട്ടികൾ ഒരു വർഷം ഇറങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ, അല്ലെങ്കിൽ ഏകദേശം അതിൻ്റെ അടുത്ത് വരുന്നത്. ഒരു ജോലി സാധ്യതയില്ലാത്ത കലാകാരന്മാർ എങ്ങനെ ജീവിക്കുന്നു എന്നും കൂടി ഗവൺമെൻറ് അറിഞ്ഞിരിക്കണ്ടേ. പിന്നെ ഇപ്പോഴത്തെ വിവാദം എന്ന് പറഞ്ഞാൽ ഒരു സിനിമാ നടി എന്ന് പറയുന്നു. ആ കുട്ടി ഇപ്പോൾ എന്നെ പോലെയൊന്നും പഠിച്ച ഒരു കുട്ടിയല്ല, ഒരു സ്ഥാപനത്തിൽ പഠിച്ചതല്ല, ഇൻഡിവിജ്വലായിട്ട് ഓരോ ഗുരുക്കന്മാരെടുത്ത് പഠിച്ച ഒരു നർത്തകി ആയിരിക്കും. സിനിമയിലൊക്കെ പോയിട്ടുള്ള മിക്കവരും അങ്ങനെയാണ്. അതായത് മലയാളി നടികളെ ഞാൻ പറയുന്നത്, പലരും നമുക്കറിയാം നൃത്തം ചെയ്യുന്ന നടികൾ, അവരെല്ലാം ഇൻഡിവിജ്വൽ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഗുരുകുല അഭ്യാസം പഠിച്ചവരല്ല, സ്ഥാപനങ്ങളിൽ അല്ലാതെ പഠിച്ചവരാണ്. അപ്പോൾ എങ്ങനെ പഠിച്ചാലും അവർ കാശ് മുടക്കി പഠിച്ചിട്ടുള്ള കുട്ടികളാണ്. പിന്നെ അവരുടെ റൈറ്റ് ഒരു എനിക്ക് ഇത്ര എമൗണ്ടാണ് എന്ന് അവർ പറയുമ്പോൾ അത് നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അതെന്തല്ല, അതിന് അഹങ്കാരം എന്ന് വാക്ക് അവിടെ ഉച്ചരിക്കുന്നത് ശരിയല്ല. ഇപ്പം ഞാനായാലും എൻ്റെ ഒരു ചാർജ് ഞാൻ പറയും, അതിപ്പോൾ എല്ലാ കലാകാരന്മാരും പറയുന്ന, പിന്നെ നമുക്ക് സംസാരിച്ച് അത് കുറയ്ക്കാം. എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്. പരസ്യമായിട്ട് കലാകാരന്മാരെ അധിക്ഷേപിക്കുന്ന ഈ ഒരു സംവിധാനം ശരിക്കും പറഞ്ഞാൽ വേദനാകരമാണ്. അത് യാതൊരു സംശയവുമില്ല. എല്ലാവരും അവരവരുടെ റേറ്റ് പറയും. പിന്നെ സിനിമയിൽ പോയിട്ടുള്ളത് കൊണ്ടായിരിക്കും ആ കുട്ടി ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുക. അല്ല, നമ്മൾ പുറത്തൊരാളേൽ കൊടുത്താൽ ചിലപ്പോൾ ഈ ഗവൺമെൻറ് തലത്തിൽ തന്നെ അത് കുറച്ചേ കൊടുക്കുള്ളൂ. സിനിമാക്കാർക്ക് ഇവർ കൊടുക്കുന്നുണ്ടല്ലോ. പക്ഷേ ഇപ്പോൾ 5 ലക്ഷം ആയാലും 10 ലക്ഷം ആയാലും എത്ര ലക്ഷം ആയാലും കുട്ടികൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് സിനിമയിൽ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് മാർക്കറ്റ് കൂടുതലാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സീരിയൽ സിനിമ, ഇപ്പോൾ ഞങ്ങളെ പോലുള്ളവരെക്കാട്ടിലും കാശ് കൂടുതലും മേടിക്കുന്ന സിനിമാക്കാർ, നർത്തകിമാർ തന്നെയാണ്, യാതൊരു സംശയമില്ല. അപ്പോൾ അവരുടെ റേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അത് യാതൊരു സംശയം. സ്വാഗതഗാനം 7 മിനിറ്റുള്ള നൃത്താവിഷ്കാരം പരിശീലിപ്പിക്കാൻ 5 ലക്ഷം രൂപ എന്നാണ് പറഞ്ഞത്. ആ 5 ലക്ഷം എന്ന് പറയുന്നത് അതൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട്, ഒരു സിനിമാ നടി ആയതുകൊണ്ട്, അതല്ലാതെ ഇതൊരു കുട്ടികളുടെ പ്രോഗ്രാമാണല്ലോ. ആ 5 ലക്ഷം രൂപ കൂടിപ്പോയോ? ഒരിക്കലും കൂടിയെന്ന് ഞാൻ പറയില്ല. എന്താ പറയുക, അവിടെ അല്ലാതെ തന്നെ എത്ര ചിലവ് വരുന്നുണ്ട്. ഞാനത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ഇതേപോലെ യുവജനോത്സവ കാര്യങ്ങൾ ഞാൻ സംസാരിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അനാവശ്യമായ ഒരുപാട് ചിലവ് നമ്മുടെ യുവജനോത്സവത്തിൽ നമ്മൾ പൊടിച്ചു വരുന്നുണ്ട്. അതൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ട് തന്നെ എത്ര 45 വർഷത്തിൽ കൂടുതലായ ഒരാളാണ് ഞാൻ. മത്സര സ്പോർട്ടിലും ഈ പ്രോഗ്രാമായിട്ടും കലയായിട്ടും കൊണ്ടു നടന്ന് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീച്ചറാണ് ഞാൻ. അപ്പോൾ എനിക്കിതെല്ലാം അറിയാം. ചിലവ് അവിടെ പ്രസരമായിട്ട് നടക്കുന്ന ഒരു വേദി തന്നെയാണ്, അത് യാതൊരു സംശയമില്ല. പിന്നെ നമ്മൾ ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യമായാലും എത്രയോ കുട്ടികൾ അവിടെ ഈ കൂപ്പൺ എടുത്ത് ഭക്ഷണം കഴിക്കാൻ പോകുന്നു, അവിടെ എത്രയോ വേസ്റ്റായിട്ട് കളയുന്നുണ്ട്. അത് ചിലവല്ലേ, എല്ലാം ചിലവ് തന്നെയാണ്. അപ്പോൾ ഒരു പൈസ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാൻ യാതൊരു മടി കൂടാതെ കൊടുത്തേ വരും. അല്ലെങ്കിൽ അവളെ കട്ട് ചെയ്തേക്കണം, കട്ട് ചെയ്ത് വേറെ ആളെ കൊടുക്കുക, അതല്ലേ ചെയ്യേണ്ടത്. അല്ല കലാകാരന്മാരായാലും ആ കുട്ടി നേരെ പഠിച്ചോ പഠിച്ചില്ലേ, അല്ലെങ്കിൽ ആ കുട്ടി ചെയ്യുന്നുണ്ടോ, സ്വാഗതഗാനം എന്നുള്ളതല്ല, അതെന്താ കളിപ്പിച്ചെടുക്കണ്ടേ കുട്ടികളെ. ഏത് ആർട്ട് ഫോമിനും അതിൻ്റേതായ ഒരു മാന്യത കൽപ്പിക്കാൻ എല്ലാവർക്കും സാധിക്കണം. അതെന്താ കഴിയാത്ത? അവിടെ പൈസയല്ല. 5 ലക്ഷം ഒന്നും ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഒന്നുമല്ല എന്നേ ഞാൻ പറയുള്ളൂ. ഇതൊരു 10-20 കൊല്ലം മുമ്പ് വേറെ 500 രൂപ കേസാണ് ഇപ്പോൾ 5 ലക്ഷം. അതും നമ്മളെല്ലാവരും 7 മിനിറ്റല്ലേ ഉള്ളൂ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, കട്ടിൽ ചെറുതാണെങ്കിലും 4 വേണ്ടേ? അത് സംശയമില്ലല്ലോ. 3 കാലിൽ കട്ടിലിൽ കിടക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല. അപ്പോൾ 7 മിനിറ്റ് ആയാലും 70 മിനിറ്റ് ആയാലും പൈസ കൊടുക്കുന്നത് അങ്ങനെ തന്നെ. അപ്പോൾ ഞങ്ങൾ ഉദാഹരണത്തിന് ഞങ്ങൾ കുട്ടികൾ ഒരു പ്രോഗ്രാം ചെയ്യുന്നു. ഒരു കുട്ടിക്ക് ഇത്ര രൂപ വെച്ചാണ് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ മേടിക്കുന്നത്. അപ്പോൾ അവർ പറയണത് എന്താ അറിയോ, ടീച്ചറെ കുട്ടികൾ അപ്പോൾ ഞാൻ കുറച്ച് കുട്ടികളേ ഉള്ളൂ, അപ്പോൾ പൈസ എങ്ങനെയാണ് ടീച്ചറെ? ഞങ്ങൾ എങ്ങനെയാലും അവിടെ വരെ വരണ്ടേ. അപ്പോൾ 5 കുട്ടിക്ക് ചെയ്താലും 10 കുട്ടിക്ക് ചെയ്താലും പൈസ ഒരുപോലെയാണ്.
എന്ന് അവർ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ മേഖലയിലുള്ളവരും പറയുന്നുണ്ട്. പിന്നെ ഈ നർത്തകിക്ക് മാത്രം അല്ലെങ്കിൽ ഈ സിനിമാ നടിക്ക് മാത്രം എന്താ പ്രത്യേകത? ആ കുട്ടിക്ക് കൊടുക്കാനുള്ളത് കൊടുത്തേ പറ്റൂ, അത് സംശയമൊന്നുമില്ല. ഓക്കെ, ഒരു കാര്യം കൂടെ, സെലിബ്രിറ്റികളെ കൊണ്ടുവരണം, ഇത് ഒരു ജനശ്രദ്ധ ആകർഷിക്കാൻ, ആ ഒരു വിഷയം കൊണ്ട് കൂടിയാണ് സിനിമാക്കാരെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെ അതാണ്, എന്തുകൊണ്ട് മറ്റുള്ള നർത്തകിമാരെ വിളിക്കുന്നില്ല എന്നുള്ളത്. പക്ഷേ സെലിബ്രിറ്റികളെ കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ സെലിബ്രിറ്റികൾക്കും അത്തരം ഒരു ധാർമ്മിക ഉത്തരവാദിത്തം സമൂഹത്തിനോടില്ലേ? അല്ല, അത് ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ സാധാരണക്കാർ ഇപ്പം എന്നെ വിട്, ഇപ്പോൾ ഈ പറഞ്ഞ നടിയല്ലാതെ സാധാരണക്കാർ, ഇപ്പോൾ ഈ സിനിമാക്കാർ ഒരുവിധം കുറച്ച് മെച്ചപ്പെട്ടൊക്കെ ജീവിക്കുന്നവർ തന്നെയാണ്. കുറച്ച് ദിവസം അവർ സിനിമയിൽ നിന്ന് മാറി നിന്നാൽ പോലും അവർ ഉണ്ടാക്കാനുള്ളതൊക്കെ ഉണ്ടാക്കി, അല്ലെങ്കിൽ അവർക്ക് ഉദ്ഘാടനത്തിന് പോയി, അതിന് പോയി, ഇതിന് ഞങ്ങളെയൊക്കെ ആരെ വിളിക്കുന്നത്? അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ കുറേ എൻ്റെ ജൂനിയേഴ്സായിട്ടുള്ള കുറേ പേര്, അല്ലെങ്കിൽ എൻ്റെ സീനിയേഴ്സായിട്ടുള്ള കുറേ അറിയപ്പെടാതെ കിടക്കുന്ന കുറേ കലാകാരന്മാരുണ്ട്. അല്ലെങ്കിൽ ഈ ബ്രേക്ക് ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കണ്ടംപററി ഡാൻസ്, എല്ലാ മേഖല ഡാൻസുകളിലും ഉണ്ട്. അപ്പോൾ ഈ വക ഇങ്ങനത്തെ ചില പക്കാ ക്ലാസിക്കൽ ഒരു സ്വാഗത നൃത്തം, പാട്ടിന് പക്കാ ക്ലാസിക്കൽ കളിക്കാറില്ല. എല്ലാം കൂടെ ഒരു അവിയൽ ഒരു നൃത്തം, അതാണ് ജനങ്ങൾക്ക് ഇഷ്ടം, അത് സംശയമൊന്നുമില്ല. അപ്പം അങ്ങനെ കുറച്ച് സാധാരണക്കാർക്ക് കൊടുക്കാത്ത എന്താ? ഈ സിനിമാ നടികളെയൊക്കെ അന്വേഷിച്ച് പോകുന്നവർ അല്ലാത്തവർക്ക് ജീവിക്കണ്ടേ? ഇപ്പോൾ പൊതുവെ ക്ലാസ്സുകളും ഇപ്പോൾ നമ്മൾ പണ്ട്, ഞാൻ തൃശ്ശൂർക്കാരിയാണ്, തിരുവനന്തപുരത്ത് വരുമ്പോൾ വരണ്ടേ, അപ്പൊ അതിന്റെ ഒരു ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയിട്ട് സെലിബ്രിറ്റികളെ വിളിക്കുന്നു എന്നാണ്. അതാണ്, അപ്പൊ പൈസ കൊടുക്കൂ. സെലിബ്രിറ്റികളാകുമ്പോൾ പൈസ കൂടും. ഞങ്ങളിപ്പോൾ സാധാരണക്കാരാണെങ്കിൽ ചിലപ്പോൾ 2 ലക്ഷത്തിന് അല്ലെങ്കിൽ 1 ലക്ഷത്തിന് 1.5 ലക്ഷത്തിന് ചിലപ്പോൾ ചെയ്തു കൊടുത്തു എന്ന് വരും. അവർ സെലിബ്രിറ്റി അന്വേഷിച്ച് പോകുമ്പോൾ 5ഉം 10ഒക്കെ ചോദിക്കും. അപ്പോൾ അത് അഹങ്കാരമായിട്ട് കൂട്ടുന്നത് അതൊരു ബാലിശമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, റൈറ്റ്. ഞാൻ തിരികെ എത്താം.